ഇതിലൊക്കെ ഏതാണ്ട് 4,000 അഡ്മിഷൻസ് കഴിഞ്ഞു. അതിൽ നിയർലി 4,000 We take immense pleasure in introducing Dr. Ajay Joseph Kurian, sir, Assistant Drug Controller for Golden, Pathanamthitta and Alappuzha district. He is an accomplished regulatory professional with more than 25 years of service in Drug Control Department, Government of Kerala. He began his career as a drug inspector in 1999, enforcing the laws at the manufacture, sale, distribution and quality of drugs and cosmetics. Through consistent performance and expertise, he rose to become a regional drug inspector, and today he serves as the assistant drug controller. Academically, Dr. Ajay holds a bachelor and master's in pharmacy from the prestigious Tamil Nadu Dr. MGR Medical University and a PhD from MS University. Beyond administration, he has also contributed to academia as a lecturer in pharmacy, nurturing young professionals at various colleges. He is also responsible for granting poison license for methanol and cyanide dealers, which is a critical regulatory responsibility. With great respect, I invite Dr. Ajay Kurian, sir, to address the gathering and share his insight with us. The session is all yours, sir. നിങ്ങളുടെ രക്ഷാകർത്താക്കൾ നിങ്ങളെ ഫാർമസി പഠിക്കാനായി ഒരു കോളേജിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ വികാരം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും നല്ല കോളേജിൽ തന്നെ പഠിക്കണം. ഫാർമസിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എവിടെയും ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നമ്മുടെ ഈ കോളേജിൽ പഠിച്ചു എന്നുള്ളൊരു അംഗീകാരമാണ്. ഇവിടെ പഠിച്ച് ഇപ്പോൾ നിങ്ങളുടെ സീനിയറായി ഇരിക്കുന്ന വിദ്യാർത്ഥികൾ പുറകിലെല്ലാം ഇരിപ്പുണ്ട്. അവരെല്ലാം വളരെ ഹാപ്പിയാണ്. അവരുടെ മുഖത്തോട് നിങ്ങൾ നോക്കിയാൽ കാണാം. അപ്പോൾ അവർ ഇവിടെ പഠിച്ചതിൻ്റെ ഉദ്ദേശം വെറും ഫാർമസി വിദ്യാഭ്യാസം മാത്രമല്ല ഇവിടെ നിന്ന് ലഭിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ഫാർമസിസ്റ്റായി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് കൂടി അവരിവിടെ നിന്നും പഠിച്ചാണ് പോകുന്നത്. നിങ്ങൾ പുതിയതായി നിങ്ങളും തീർച്ചയായിട്ടും ആ ലെവലിലേക്ക് തന്നെ എത്തിച്ചേരണം. നമ്മുടെ സമൂഹത്തിന് ഈ ഫാർമസി വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ പഠിക്കുന്ന ഫാർമസി അല്ലെങ്കിൽ ഫാർമസിസ്റ്റായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത് എന്തുമാത്രം പ്രയോജനപ്രദമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മളെ ജനങ്ങൾ വിലയിരുത്തുക. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മളോട് രണ്ടാമത് സംസാരിക്കാനായി ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് US-ലൊക്കെ ജനറിക് മെഡിസിൻ ആണ് ഡോക്ടർ എഴുതുന്നതെന്നും ഫാർമസിസ്റ്റാണ് ഏത് മെഡിസിൻ ഏത് പേഷ്യൻറ്റ് കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നവരൊക്കെ. അവർ കാലഘട്ടം നമ്മളിവിടെ വരുമെന്ന പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ടും ഈ കോളേജിൻ്റെ തുടക്കം മുതൽ ഇതിലുണ്ടായിരുന്ന സാധാരണ സുഹൃത്തും സഹോദരനുമാണ് ഞാൻ എന്ന് വെച്ചാൽ അത് കാര്യം നിങ്ങളോട് അറിയിച്ചുകൊണ്ടും ഞാൻ വാക്ക് കൊടുക്കുന്നു. പറയപ്പെടുന്നത് ഇപ്പൊ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകുന്നു എന്നാണ്. പക്ഷെ ഇതിലുള്ള
കണക്കുകളുണ്ട് സർ. എത്ര പേര് പോകുന്നു, എത്ര പേര് പഠിച്ചു വരുന്നു, അതിൽ എത്ര പേര് പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകളുണ്ട്. പ്രചരിപ്പിക്കുന്ന കണക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നെഗറ്റീവ് അത് സത്യവുമായി ബന്ധമില്ല. പോകുന്നത് അതിപ്പോഴാണ്, ഇപ്പോഴല്ല. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കണം. കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് തൊഴിൽ തേടി, ഒരു മേഖലയല്ല, വ്യത്യസ്ത മേഖലകളിൽ തൊഴിൽ തേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ്. പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക. തൊഴിൽ തേടി, അവിടെയാണ് പറയുന്നത്. തൊഴിൽ തേടി പോവുകയാണ്. അവരൊന്നും പ്രൊഫഷണൽ അല്ലെന്നല്ല, സാമാന്യ വിദ്യാഭ്യാസം പോലും നേടാത്തവരായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ പോയിക്കൊണ്ടിരുന്നവരാണ് വിദേശ രാജ്യങ്ങളിൽ. കേരളക്കാരുടെ ആദ്യ കാലഘട്ട സ്വപ്നഭൂമി എന്ന് പറയുന്നത് സിംഗപ്പൂർ, മലേഷ്യ, കൊളംബോ തുടങ്ങിയ നാടുകളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്കായി. കാരണം നമ്മുടെ നാട്ടിൽ പലരെയും അറിയപ്പെടുന്നത് സിംഗപ്പൂരുകാരൻ, മലേഷ്യക്കാരൻ എന്ന തരത്തിലായിരുന്നു അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടമെത്തി. അത് അന്നത്തെ പേര് പേർഷ്യ എന്നായിരുന്നു. പേർഷ്യയിലേക്ക് അത് പിന്നീട് ഗൾഫായി മാറി. ഈ ഗൾഫിലെ ഇപ്പോ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഉൾപ്പെടെ പോകുന്നതിന് ശേഷിപ്പുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ആ ഗൾഫ് വരെയുള്ള കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസവും നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയും നമ്മുടെ നാട്ടിൽ വന്ന മാറ്റം അതുകൂടി ഒന്ന് നിങ്ങൾ ആ മാറ്റത്തിനനുസൃതമായ മരുന്നെടുത്തു കൊടുക്കൽ മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് കരുതുന്നതിന് പകരം മരുന്നുകൾ കണ്ടെത്തുന്നതിനുള്ള റിസർച്ചിലേക്ക് വരും തലമുറ പോകണം എന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. കാരണം കേരളം അതിന്റെ കുറവുണ്ട്. എവിടെയൊക്കെയോ കണ്ടുപിടിക്കുന്നത് ഇവിടെ എവിടെന്നൊക്കെയോ എത്തിച്ച് അത് വിതരണം ചെയ്യുക എന്ന തരത്തിലേക്ക് ആകരുത്. ഇവിടെ നിലവിൽ അതിനുള്ള സൗകര്യങ്ങൾ പഴയ കാലങ്ങളേക്കാൾ അപ്പുറത്തെ ബസ് സ്റ്റോപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബസ് സ്റ്റോപ്പ് തരാം, ബസ്സിലേക്കുള്ള സ്ഥലം തരുമോ? അത് മനസ്സിലായി. ഇവിടുത്തെ വീതി ഒരു ഘടകമാണ്. പിന്നെ അതിന്റെ സാധ്യത എന്താണെന്നുള്ളത് അത് ഉറപ്പായും അതിന്റെ സാധ്യത ആ കമ്മിറ്റിയെ കൊണ്ട് പരിശോധിപ്പിക്കാം എന്ന ഉറപ്പ് എനിക്ക് നൽകാൻ കഴിയും. ആ പരിശോധനയ്ക്ക് ശേഷമേ നമുക്കൊരു വ്യക്തത എത്താൻ വേണ്ടി കഴിയും. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ബസ് കയറി നല്ല ട്രാഫിക് സ്ഥലത്താണ്, റോഡിൽ സ്റ്റോപ്പ് അനുവദിച്ചാൽ അത്രയും ബ്ലോക്ക്. അതാണ്. അപ്പൊ പക്ഷെ ആ ബ്ലോക്ക് വരാത്ത തരത്തിൽ അതിനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ പഠനത്തിന് ശേഷം ഉറപ്പായി അത് അനുവദിപ്പിക്കാം. പക്ഷെ അവരെ കൊണ്ട് ഒന്നാമത് ചെയ്യാവുന്നത് അത് പഠിക്കണം, അതിന്റെ റിപ്പോർട്ട് തരണം എന്നതിന്റെ ആവശ്യമാണ്. പക്ഷെ ആ രംഗത്തുള്ള വിദഗ്ധന്മാരിലെ അത് പറയുന്നത് അത് ശ്രദ്ധിക്കുന്നതാണ്. ഓക്കെ. We take immense pleasure in introducing Dr. Ajay Joseph Kurian sir, Assistant Drug Controller for Kollam, Pathanamthitta and Malappuzha districts. He is an accomplished regulatory professional with more than 25 years of service in Drug Control Department, Government of Kerala. He began his career as a drug inspector in 1999, enforcing the laws at the manufacture, sale, distribution and quality of drugs and cosmetics. Through consistent performance and expertise, he rose to become a
regional drug inspectors, and today he serves as the assistant drug controller. Academically, Dr. Ajju holds a bachelor and master's in pharmacy from the prestigious Tamil Nadu Dr. MGR Medical University and a PhD from MS University. Beyond administration, he has also contributed to academia as a lecturer in pharmacy, nurturing young professionals at various colleges. He is also responsible for granting poison license for methanol and cyanide dealers, which is a critical regulatory responsibility. With great respect, I invite Dr. Ajju sir to address the gathering and share his insight with us. The session is all yours, sir. 1990-ലാണ് ഞാൻ ഈ ഫാമിൽ ജോലി ചെയ്തത്. ഇവിടെ നിന്ന് 35 വർഷം അതിനു മുമ്പ് സ്ഥാപിതമായി ഇപ്പോഴും ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ വിവാദങ്ങളില്ലാതെ അങ്ങേയറ്റം പ്രൊഫഷണൽ എത്തിക്സോടുകൂടി മുൻപോട്ട് പോയി 41ാമത്തെ ബാച്ചിനെ ഇന്ന് ഇൻഡക്ട് ചെയ്യുവാൻ സർവേശ്വരൻ ഈ കോളേജിൽ ഇടപെടുന്നത് ഓർക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ മഹനീയ കലാലയത്തിൽ ഇവിടെ വന്ന് ഇതിൻ്റെ ഒരു കീനോട്ട് അഡ്രസ്സ് നൽകുവാൻ സാധിച്ചത് ഞാൻ അഭിമാനിക്കുന്നു. അധികമായി നേരിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, ഈ കോളേജിൻ്റെ അലൂമിനി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പകരമുള്ള നമ്മുടെ പഴയ സർവീസുകളൊക്കെ പഠിച്ച ആളുകൾ ഇരിപ്പുണ്ട്. അവർ കൂടുതൽ കാര്യങ്ങൾ എന്നാൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കുവാനുണ്ട്. രണ്ടാമതായി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ എന്ന സംഘടന, ഞാൻ അതിൻ്റെ കമ്മ്യൂണിറ്റി ഫാർമസി വിഭാഗം സംസ്ഥാന ചെയർമാനാണ്. ഈ രണ്ട് കാര്യങ്ങളും പുതുതായി വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ബഡ്ഡിംഗ് സ്റ്റേജിലുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫാർമസി വിദ്യാർത്ഥികൾക്കും അറിവിലേക്കായി രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്രയും വേഗം ഒഴിയാമെന്ന് അറിയിച്ചുകൊണ്ട് ആദ്യമായി അലുമിനി അസോസിയേഷൻ ഞങ്ങളുടെ സഹപ്രവർത്തകരോട് പങ്കെടുത്തിരുന്നു. അതിൽ ഞങ്ങൾ പങ്കെടുക്കുക മാത്രമല്ല, ഞങ്ങളൊരു ചാരിറ്റി പ്രവർത്തനം കൂടി നടത്തി എന്നുള്ളതാണ് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യം. കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്വന്തമായി ഒരു 10 പൈസ കിട്ടുന്നുണ്ട്. നമ്മുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ മക്കളെയോ ഒന്നും നമ്മൾ ആശ്രയിക്കേണ്ട. എന്നെ പോലെ 8 മണിക്കൂർ ജോലി ചെയ്താൽ ഒരു 18,000 രൂപ അല്ലേ, 18 തീർച്ചയായിട്ടും ഒരു 18,000 രൂപയൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ നമ്മള് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്നായിട്ട് ചെയ്യുമോ, ഞാനൊരു ഫാർമസിസ്റ്റാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ എടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പൊ നല്ല ഒരു നമുക്ക് കിട്ടുകയും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ വരികയും ചെയ്തപ്പോഴാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പലർക്കും ഇതിന്റെ ബുദ്ധിമുട്ടുകളും ആക്സിഡന്റ് കേസ്, മരണം, ഒരു ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി മരിച്ചു, അവളുടെ ഹസ്ബൻഡ് മരിച്ചു, മക്കളുടെ മോടെ കല്യാണം, അങ്ങനെ അവരെല്ലാം ഞങ്ങളെ സഹായിച്ചു. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ കൂടെ പഠിച്ച അജിതയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അജിതയുടെ കുടുംബം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. അങ്ങനെ അജിതയുടെ കുടുംബത്തിലേക്കും ഞങ്ങൾ 10,000 രൂപ സംഭാവന ചെയ്തു. അതുപോലെ ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു ഞാനത് അധിക പ്രസംഗം നടത്തുന്ന ഒരാളായതുകൊണ്ട് പ്രസംഗിക്കാൻ വിളിക്കലേ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ പെട്ടെന്ന് വിളിച്ചു. ഏതായാലും ഞാൻ കൂടുതലായൊന്നും സംസാരിച്ചില്ല. കാരണം 3 മണിക്കൂറോളമായി ഈ രക്ഷകർത്താക്കളും കുട്ടികളും ഇവരെ വീക്ഷിച്ചുകൊണ്ട് കൃത്യമായി ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ കൂടുതൽ ഊർജ്ജസ്വലമായി എടുക്കാനുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് പോകുമെന്ന് കരുതുകയാണ്. ഏതായാലും ഒരു മഹത്തായ പരിപാടിയിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പിതാവിനെ തുല്യം ഞാൻ സ്നേഹിക്കുന്ന ഒരു മകനെ പോലെ എന്നെ സ്നേഹിക്കുന്ന എല്ലാ പ്രതിസന്ധികളും എൻ്റെ എല്ലാ പ്രയാസങ്ങളും എൻ്റെ എല്ലാ വേദനകളും എൻ്റെ എല്ലാ യാതനകളും എന്നോടൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട ആസാദ് റഹീം സാർ, അതേപോലെ റഹീം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അതിൻ്റെ പ്രസിഡന്റാണ് ഞാൻ. റഹീം ഫൗണ്ടേഷൻ എന്ന റഹീം സാർ നിങ്ങൾക്ക് അറിയാൻ പറ്റും, യുവതലമുറകൾക്ക് അറിയാൻ പറ്റില്ല. മുൻ കേന്ദ്രമന്ത്രി, മേഘാലയ ഗവർണർ, കേരളത്തിലെ ആരോഗ്യമന്ത്രി, നമുക്കറിയാം കൊല്ലം ജില്ലാ ആശുപത്രി പോലും റഹീം എന്ന പേരുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിക്ക് നാമം ചെയ്ത പ്രധാനപ്പെട്ട കൊല്ലത്തിൻ്റെ മഹത് വ്യക്തിയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നിക്ഷിപ്തമായ കർമ്മം വോട്ടർ സയൻസ് മധ്യപ്രകാശനമാണെങ്കിലും ഞാൻ 2 വാക്ക് സംസാരിക്കുകയാണ്. 41 വർഷമായി ഈ കോളേജ് സ്ഥാപിതമായെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുന്നത്. അതിൽ ഏകദേശം 31 വർഷം ഈ കോളേജ് സേവനം അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം ഫാത്തിമ കോളേജ് ഫാർമസി എന്ന് പറയുന്നത് ഒരു പബ്ലിസിറ്റി
പഴയ ഫാർമസിസ്റ്റായ എന്നോട് എനിക്ക്